നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോട്ടിച്ചതല്ല സാറേ, മാധവൻ സാറിന്റെ ഇളയ കുട്ടിയില്ലേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അവളാ മോട്ടിച്ചത്. നീ എന്തിനാ അതും തപ്പി വന്നത്? അതിന് ഒരുപാട് വിലയുണ്ടെന്നും അതിന് അത്ഭുത ശക്തി ഉണ്ടെന്നും കേട്ടപ്പോ അത് മോഷ്ടിച്ച് വിറ്റാ എന്റെ കഷ്ടപ്പാടൊക്കെ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ സാറേ. ഡോക്ടറെ വിളിക്കട്ടെ സാറേ, ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കാം. അയ്യോ, എനിക്കൊരു സുഖമില്ല സാറേ. അതിനല്ല, നിന്റെ അവയവങ്ങൾ ആർക്കെങ്കിലും കൊള്ളാവോ നോക്കാനാ. അയ്യോ, ഞാൻ പാവാണ്, എന്നെ വിട്ടേക്ക്. രുദ്ര സർ, ഇവനെ നമ്മുടെ പട്ടിക്കൂട്ടിൽ പൂട്ടിയിടണം. വയറ് നിറച്ച് തിന്നാൻ കൊടുത്തേക്ക്. മനസ്സിലായല്ലോ? മനസ്സിലായി. പട്ടിക്കൂട്ടില്ല എന്നെയോ? മതി, ഞാൻ കിടന്നോളാം. അയ്യോ, അപ്പൊ ഗൗരിമുത്തശ്ശിയെ ആ ദുഷ്ട കൊന്നതാണോ? അതെ കുട്ടിയെ, എന്നെ മാത്രല്ല, നിന്റെ ഇതേ രൂപവും നിന്റെ പ്രായം ഉണ്ടായിരുന്ന എന്റെ മോൾ ഉണ്ണിമായി അവൻ ജീവനോടെ പുഴയിൽ എറിഞ്ഞു കൊന്നു. അയ്യോ, എനിക്ക് സങ്കടം വരുന്നു മുത്തശ്ശി. അതൊക്കെ കഴിഞ്ഞില്ലേ കുട്ടിയെ? ഇപ്പൊ മുത്തശ്ശി എന്റെ കുട്ടിയോടൊപ്പം ഉണ്ടല്ലോ. നിധി എന്ന് വെച്ചാ എന്താ ഗൗരിമുത്തശ്ശി? അത് പണ്ടത്തെ ധനികര് അപൂർവ രത്നങ്ങളും പൊന്നും തങ്കക്കട്ടിയൊക്കെ കള്ളന്മാര് കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. ഒരുപാട് വിലയുള്ള സാധനത്തിനാ നിധി എന്ന് പറയുന്നേ. അപ്പൊ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച എല്ലാ നിധിയും ആ ദുഷ്ടം കൊണ്ടുപോയോ? നിധി മാത്രല്ല കുട്ടി, മച്ചകത്തെ ദേവിക്ക് ചാർത്തിയ തിരുവാഭരണങ്ങളും ദേവിയുടെ കാൽച്ചിലമ്പുകളും ഒക്കെ ആ നീചന്മാര് കൊണ്ടുപോയി. ഉണ്ണിമായക്ക് ഞാൻ കൊടുത്ത മൂക്കുത്തിക്കല്ല് അവളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതുകൊണ്ട് അത് മാത്രം രക്ഷപ്പെട്ടത്. അതിപ്പോ എന്റെ കുട്ടിയുടെ കയ്യിലുണ്ടല്ലോ. ആ നിധിയൊക്കെ ഇപ്പൊ എവിടെയുള്ളത് ഗൗരിമുത്തശ്ശി? ഒക്കെ ഒരിടത്തുണ്ട്. ഒക്കെ കൊണ്ടുപോയ ആ ദുഷ്ടന് അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ല. എന്താന്ന് വെച്ചാ, തറവാട്ടിൽ നിന്ന് മാറിപ്പോയാ പിന്നെ ആ നിധി കണ്ണിൽ കാണാൻ നിന്റെ കയ്യിലിരിക്കുന്ന ആ മൂക്കുത്തിക്കല്ല് വേണം. അതില്ലാണ്ട് ആ നിധി ആരുടെയും കണ്ണിൽ പെടില്ല. അപ്പൊ ആ നിധി എനിക്ക് കാണാൻ പറ്റുമോ? പറ്റും, എന്റെ കുട്ടിക്ക് അത് കാണാൻ പറ്റും. പക്ഷേ ആ നിധിയുള്ള സ്ഥലത്ത് ഈ മൂക്കുത്തിക്കല്ലുകൊണ്ട് ചെല്ലണം. അതിന് തടസ്സങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ നീക്കണം. ആ തടസ്സം എങ്ങനെയാ നീക്കുവാ മുത്തശ്ശി? എത്രയും വേഗം അത് നീക്കണം, എനിക്കത് കാണണം. പോകുവാണോ? എപ്പോഴേ നീ വരുന്നേ? ശ്രീകുട്ടി, എന്താ അമ്മേ? ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലം നല്ലതല്ല ശ്രീകുട്ടി. ഇപ്പൊ ആരായിരുന്നു നിന്റെ സങ്കല്പത്തില്? സങ്കല്പമൊന്നുമല്ല, ഗൗരിമുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ വന്നപ്പോഴാ പോയത്. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടല്ലേ, അത് നമുക്ക് ദോഷം ചെയ്യും. പിന്നെ മനസ്സ് പിടിച്ചാ കിട്ടാത്ത അവസ്ഥയിലാവേ. ദേ, എന്റെ മോളെ നീ ഒറ്റയ്ക്ക് സംസാരിക്കരുതേ, അമ്മയ്ക്ക് വാക്കുതാ. അമ്മയ്ക്കും ചേച്ചിമാർക്കും ഒക്കെ പറഞ്ഞാ എന്താ മനസ്സിലാവാത്തെ? ഗൗരിമുത്തശ്ശി ശരിക്കുള്ളതാ. അന്ന് ഗൗരിമുത്തശ്ശി മാത്രല്ല കൊന്നത്, ഉണ്ണിമായം കൊന്നു കളഞ്ഞു. പാവം ഉണ്ണിമായ, എന്നെ പോലെയായിരുന്നേ. അയ്യോ മോളെ, നിനക്ക് എന്ത് പറ്റി മോളെ? ഹലോ പ്രവീണ. എന്താ പ്രവീന്ന് വിളിക്കാത്തെ? ഓ, സുനന്ദ അടുത്തുള്ളത് കൊണ്ടായിരിക്കുമല്ലേ? അതൊന്നുമല്ല, സുനന്ദ ഇവിടെ ഇല്ല. ദേവേട്ടാ, നമുക്കൊരു യാത്ര പോയാലോ? മാളിന്റെ വർക്കൊക്കെ ഹേമന്ത് നോക്കിക്കോളും. അല്ല, അത് ഈ യാത്ര നമുക്കൊരുപാട് ജോലികൾ തീർക്കാനുണ്ടല്ലോ. അല്ല, എൻ്റെ ഇപ്പൊ ഒരു യാത്ര. പണത്തിന്റെ കാര്യത്തിലുള്ള ടെൻഷനൊക്കെ തീർന്നില്ലേ?
എനിക്കെന്തായാലും മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ വേണം. അത് തരാൻ ദേവേട്ടനെ കഴിയൂ. അതെന്തായാലും വേണ്ട പ്രവി. ഐ ആം റിയലി സോറി. മനസ്സുകൊണ്ട് പോലും എനിക്ക് സുനന്ദയെ വഞ്ചിക്കാനാവില്ല. ഞാനും മക്കളും മാത്രം അവളുടെ ലോകം. അവളൊരു പാവ. ഇനി അത്തരമൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത് നല്ലത്. അതെ, അതുതന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും നാളും ഇതേ മനസ്സും കൊണ്ട് നടന്നിരുന്നവളാ ഞാനും. എന്റെ ലോകം മുഴുവൻ ദേവേട്ടനിലേക്ക് ചുരുങ്ങിപ്പോയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടും ദേവേട്ടൻ എന്നെ ചതിച്ചില്ലേ? ഇപ്പോ സുനന്ദയോട് തോന്നുന്ന മനസാക്ഷി കുത്ത് അന്ന് എന്റെ കാര്യത്തിൽ ഉണ്ടായില്ലല്ലോ. പ്രവീണ പ്ലീസ്, ഇത് വല്ലതും എൻ്റെ മക്കളുടെ ചെവിലിത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ദേവേട്ടാ, ഇനിയെങ്കിലും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ അറുപഴിഞ്ചിന് ഏർപ്പാടൊന്ന് നിർത്ത്. ദേവേട്ടൻ എന്റെ കൂടെ വന്നേ പറ്റൂ. നോ മോർ ആർഗ്യുമെന്റ്സ്. നോ 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 വേ. യാത്ര വേണ്ട പ്രവി പ്ലീസ്. ധൃതിയില്ല, ആലോചിച്ച് പറഞ്ഞാ മതി. ഒഫീഷ്യൽ ട്രിപ്പ് എന്ന് പറയാം. പഴയതുപോലെ ഞാനും ദേവേട്ടനും മാത്രം, നമ്മുടെ മാത്രം ലോകം. നോന്ന് പറയരുത് ദേവേട്ടാ, പ്ലീസ്. മറ്റൊന്നിനുമല്ല, എനിക്ക് ദേവേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നോക്കട്ടെ, നാളെ പറയാം. അല്ല, അത് നാളെ നേരിട്ട് സംസാരിക്കാം. സി പ്രവി, എനിക്കൊരു കുടുംബമുണ്ട്, അത് മറക്കരുത്. എനിക്കുമാകാമായിരുന്നു കുടുംബം. അങ്ങനെ ഒരു വാക്ക് പറയാൻ എനിക്ക് സാധിക്കാതെ പോയത് ദേവേട്ടൻ കാരണമാണെന്ന് മറക്കരുത്. ദേവേട്ടാ, മധുവിനെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്ന തന്നെയാ നല്ലത്. അല്ല, എന്തു പറ്റി പിന്നെയും? അവള് ആദ്യം തന്നെ ഉറച്ചു നിൽക്കുക. ഗൗരി മുത്തശ്ശി അവളുടെ അടുത്ത് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വല്ലാതെ പേടി തോന്നുക ദേവേട്ടാ. അവക്കെന്തേലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റൂല. എന്താടാ ഒരു പരിങ്ങല്? അതെ, അവിടെ കേടായിരിക്കുന്നു. അതിനെ ശരിയാക്കി. എന്താ? ഞാൻ ശരിയാക്കിന്ന്. നീങ്ങ വാ. വെച്ചോ, ഞാനേ ശരിയാക്കിട്ടുണ്ട്. വാ, നിന്നെ ശരിയാക്കാം. എന്നെ ശരിയാക്കാം. വാടാ. നമസ്കാരം. എന്താടോ, എങ്ങനെ ഉണ്ടായിരുന്നു താമസം? നന്നായിട്ട് ഉറങ്ങി. രാത്രി എപ്പോഴോ AC ഓഫായി പോയി. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതുവരെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല. നിനക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നീ ഇന്നലെ പറഞ്ഞില്ലേ ആ മൂക്കുത്തിക്കല്ലിന്റെ കാര്യം? അത് മഹാദേവന്റെ ഇളയ കുട്ടിയുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്? അതെ സാറേ, രാത്രി ഒറ്റയ്ക്ക് കാവി ചെന്ന ആ കൊച്ച് ആ മൂക്കുത്തി അടിച്ചു മാറ്റുന്നത് ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അന്നുണ്ടല്ലോ ഒരുപാട് തേളുകൾ ദേ ഇവിടെ തുരുതുരാ കുത്തി സാറേ. നേരത്തോട് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചത്തുപോയി. പക്ഷേ പിന്നെ എന്നെ കുളിപ്പിച്ച് ചെതയിലേക്ക് എടുത്തപ്പോഴേക്കും എനിക്ക് ജീവൻ വെച്ച്. ഞാൻ ആവശ്യപ്പെട്ട വൃശ്ചികരത്നം ആ മൂക്കുത്തിക്കല്ലെവിടെ? എന്റെ ശക്തികൾ തളരും മുൻപ്, എന്റെ ക്ഷമ നശിക്കും മുൻപ് നീ അത് കൊണ്ടുവരണം. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് വരേണ്ടി വരും. അറിയാമല്ലോ, അന്ന് സർവനാശമായിരിക്കും.